അതിഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പ് കാലഘട്ടത്തിലാണ്. ഈ തണുപ്പത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫൈറ്റ് ചെയ്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു. ലാലേട്ടൻ ഡയറക്റ്റ് വന്ന് നേരെ ഫൈറ്റിലോട്ടാണ് പോയത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നരസിംഹം കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയത്. ഞാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ ആ ഒരു റേഞ്ചിലാകണ്ട, ഇത്രയും ഒരു ഹമ്പിളായിട്ടുള്ള മനുഷ്യനാണെന്ന് ഓരോരുത്തർ വന്നാലും അവരെല്ലാവരെയും വന്ന് വിഷ് ചെയ്യുക. അതേപോലെ തന്നെ പോകുമ്പോഴും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊക്കെയാണ് ലൊക്കേഷനിൽ നിന്ന് പോകുന്നത്. മോനെ അങ്ങനല്ല, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ ഉള്ള പറഞ്ഞാൽ ആ ഒരു ഉള്ള നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടാണ് പുള്ളി പറഞ്ഞിരുന്നത്. കളരിപ്പയറ്റ് എന്നുള്ളത് ഇങ്ങനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തായി കിടക്കുകയാണ്. തെക്കൻ, വടക്കൻ, മധ്യകേരളം, തുളുനാട്, ലഹളമുറ എന്നുള്ള ഇതിൽ. അപ്പോൾ ഓരോരോ സമ്പ്രദായങ്ങളും ഒന്നിനൊന്നിനെ പോയിന്റ് ഔട്ട് ചെയ്താണ് വരുന്നത്. ഫോക്കസിന് വന്ന് നേരെ വലിച്ചിട്ട് ഒറ്റ അടിയെ കൊടുക്കും. ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയാൻ നേരത്ത് ആക്ച്വലി അതല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. വേറൊരു ഫൈറ്റ് സീനായിരുന്നു. ഒരു പാറക്കല്ലിന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് നിന്നപ്പോൾ എൻ്റെ തള്ളവിരലിനകത്ത് ഇത് അടി കിട്ടിയിട്ട് തള്ളവിരലിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് അടന്നങ്ങ് പോയി. ആ കാലം വെച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമെന്നോ ഇതൊന്നും. അപ്പം പുള്ളിക്കാരന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യുമെന്നുള്ള അറിയില്ല. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുണ്ട്, അതേപോലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുണ്ട്. ഇത് ഇങ്ങനെ നിൽക്കുന്നു. ഇത് നേരെ എത്ര വലിച്ചാലും വരില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ കൈയൊന്ന് ഇങ്ങനെ തിരിച്ചേ, ഇത് ഈ തിരികെ ഇതാണ്, എന്നിട്ട് നേരെ ഒന്ന് പൊക്കിക്കേ. അതെ, ഞാൻ എത്ര പവർ പിടിച്ചെന്ന് പറഞ്ഞാലും ഇത് പൊട്ടിപ്പോകും. കണ്ടാ, ഇത് ഞാൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ വരുവാണ്. കണ്ടാ, കാരണം ഇത് ഈ വിരലിങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നു. കിടത്തി വലിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പനയോല വെട്ടിവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മലക്കോട്ടെ ബാലുവൻ എന്ന സിനിമ കണ്ട അതേ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഒരാളുടെ അടുക്കലേക്ക് ഓടി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ആ സിനിമയിലെ ഫൈറ്റ് സീൻസ് എല്ലാം ഭയങ്കര ചർച്ചയാണ്. മാത്രമല്ല, അതിൽ കളരിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സീൻസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ആ സിനിമയിലെ മാങ്ങോട്ട് മല്ലൻ എന്ന ക്യാരക്ടർ ചെയ്ത് ലാലേട്ടനെ കുറച്ച് അധികം കളരി മൊമെൻറ്റ്സ് പഠിപ്പിച്ച ഗിന്നസ് ഹരികൃഷ്ണൻ്റെ വീട്ടിലാണ്. നമസ്കാരം. സിനിമ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സിനിമ. ആദ്യം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലല്ലേ, മലയാള ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു തുടക്കമാണിത്. അതും ഇത്രയും വലിയൊരു ബാനറിൽ, ഇതേപോലെ ഒരു മലയാളത്തിൻ്റെ എന്നല്ല നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു അഭിനയത്തിൽ താരരാജാവിനോടൊപ്പം, അതേപോലെ ഡയറക്ഷനിൽ തന്നെ ഇദ്ദേഹത്തെ ഒരു ഫോറിൻ ആൾക്കാരുമായിട്ടാണ് നമ്മുടെ ലിജോ ചേട്ടനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും ഒരു ബിഗ് ബാനറിൽ വരുന്ന ഒരു ചിത്രത്തിലും ഒരു ഇത്രയും വലിയൊരു വേഷം എനിക്ക് ലഭിച്ചതിലും ഞാനത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അത് എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ളതെന്ന് ഓർത്തിട്ട്. രണ്ട് ലെജൻസിൻ്റെ കൂടെ, ഒന്ന് LJP, ഒന്ന് ലാലേട്ടൻ. ആരിലേക്ക് ആദ്യം എത്തിയത്? ആക്ച്വലി ഇത് മോഹൻലാൽ ചിത്രം അല്ലെ ലാലേട്ടൻ്റെ ചിത്രമാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്നെ ഡയറക്റ്റ് ഒരു കോൾ വരികയായിരുന്നു, ഇന്ന പോലെ ലിജോ ചേട്ടൻ്റെ മൂവിയിൽ നിന്നാണ് വിളിക്കുന്നത്. ലിജോ ചേട്ടൻ വിളിക്കും, ഇത് ഇന്ന പോലെ ഹരിസാറിൻ്റെ നമ്പറാണോ എന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം വിളിച്ചത്. ആ കൺഫേം ചെയ്യാൻ തന്നെ ഒരു 5-8 പേര് എന്നെ വിളിച്ചു, ഇത് ഒറിജിനൽ നമ്പറാണോ സാറ് ബന്ധപ്പെടുമെന്ന്. അങ്ങനെ പിന്നെ സാറുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നേരിട്ട് തന്നെ അങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു. വിളിച്ച് ആദ്യം സംസാരിച്ച് കണ്ടു കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു. ആ രണ്ടാമത്തെ വിളിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഫൈറ്റ് മാസ്റ്റർ വിക്രം മൊറ വരുന്നുണ്ട്, വളരെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു നല്ല വ്യക്തിത്വമാണ്, അതേപോലെ തന്നെ ഗംഭീരം. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം 2 നാഷണൽ അവാർഡ്, കാന്താര, പിന്നെ അതേപോലുള്ള പടത്തിലൊക്കെ നാഷണൽ അവാർഡ് വിന്നറാണ്. KGF പോലെ ഫസ്റ്റ് KGFൻ്റെയൊക്കെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്ത മാസ്റ്ററാണ്. വളരെ നല്ലതായിട്ടുള്ള അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് എന്നോട് ലിജോ ചേട്ടൻ ആവശ്യപ്പെട്ടതെന്ന് പറയുന്ന നേരത്ത് ഇതൊരു കളരി ഓറിയൻ്റഡായിട്ട് വരുന്നത് കൊണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു ഫൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പം ഞാനും വിചാരിച്ചത് ഇന്ന പോലൊരു ഈ പടത്തിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫിയിൽ ഞാൻ പുള്ളീനെ അസിസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആരെയാണ് നമ്മുടെ വിക്രം മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പിന്നീട് എന്തോ ഒരു ഇങ്ങനെ അത് വിട്ട് പറയുന്നില്ല, എന്നാൽ ഇത് അങ്ങനെ, പക്ഷേ അങ്ങനെ നിന്നിട്ടാണ് ലാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ അകത്ത് ഇന്ന മാങ്ങോട്ട് മല്ലൻ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ലീഡിങ് റോൾ, വെരി പവർഫുൾ വേഷമാണത്. അജയനായിട്ടൊരു വ്യക്തിയായിട്ടാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അദ്ദേഹത്തെ ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കുന്നതായിട്ടൊരു രംഗവും അതിൻ്റെ അകത്തുണ്ട്. അത് വളരെ രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത്
ഇങ്ങനെ ഇതിലൂടെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാൻ ശരിക്കും സന്തോഷിക്കണോ അല്ലെങ്കിൽ എന്താണ്, ഒരു പേടിയാണോ? പേടിയായിട്ടെന്നല്ല പറയണ്ടത്, ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് എന്താ അന്ന് ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും വലിയൊരു മൂവിയാണ്. അതിൽ ഇത് പിന്നെയാണ് പിന്നെ നമ്മൾ ടോക്കിൽ നമ്മൾ അറിയുമല്ലോ ഇത് ലാലേട്ടനെ വെച്ചാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു മലയാളത്തിൻ്റെ ഒരു താരരാജാവിൻ്റെ ഒപ്പം നമ്മൾ ഒരു വലിയ സ്പേസ് നമ്മൾ പ്ലേ ചെയ്യാന്ന് പറയാൻ നേരത്ത് അതൊരു വലിയൊരു ഘടകമാണത്. അദ്ദേഹം നമ്മുടെ ലിജു ചേട്ടൻ അത്രയും വിശ്വാസം എന്നിൽ അർപ്പിച്ചു എന്നുള്ളതല്ലേ എൻ്റെ മെയിൻ കാര്യം. അത് ഞാൻ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഇത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിനെ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ലൊരു ഇപ്പം കാണുമ്പം വെരി ഈസി ആയിട്ട് തോന്നും, പക്ഷെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിലത്തെ ഓരോരുത്തരും ആ മൂവി കംപ്ലീറ്റ് ചെയ്തത്. കാരണം അതിഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പ് കാലഘട്ടത്തിലാണ്. തണുപ്പ് മാത്രമല്ല, നമുക്ക് അതിനോടുള്ള ഈ കാറ്റും കൂടെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മണൽക്കാറ്റ് പൊടിയും എല്ലാം കൊണ്ട് ലാൽ സാറിനൊക്കെ കുറച്ച് ദിവസം വയ്യാതൊക്കെ വന്നിരുന്നു. കാരണം ലാൽ സാറിന് മാത്രമല്ല, ലാൽ സാറിന് മാത്രമേ വെളിയിൽ വന്നുള്ളൂ. കാരണം അതേപോലെ ആയിരുന്നു ഓരോരുത്തരുടെ കണ്ടീഷൻ. കാരണം അത്ര ഈ പനി വിട്ടുമാറാതെ വരികയും അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പല സ്ഥലത്തുനിന്ന്, ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അവർക്കൊന്നും പിടിച്ചില്ല. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിൻ്റെ അകത്ത്. എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തണുപ്പിൽ നമ്മൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഫ്രീസായി പോകും. കുറേ നേരം നമ്മൾ വാം ചെയ്താൽ മാത്രമേ നമുക്ക് പഴയ പോലെ ഇത് കിട്ടത്തുള്ളൂ. അത്ര തണുപ്പായിരുന്നു. ഈ തണുപ്പത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫൈറ്റ് ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച്. ലാലേട്ടൻ ഡയറക്റ്റ് വന്ന് നേരെ ഫൈറ്റിലോട്ടാണ് പോയത്. ലാലേട്ടനെ കണ്ട ഫസ്റ്റ് മൂവ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഞാൻ സത്യത്തിൽ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം ഓടി വന്ന് ഹായ് ഹലോ അതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മളോട് ഇങ്ങനെ വന്ന്, അപ്പോൾ ഇത്രയും ഒരു ഹമ്പിളായിട്ടൊരു മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നരസിംഹം കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയത്. ഞാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ ആ ഒരു റേഞ്ചിലാകണ്ട. അപ്പോൾ ഇത്രയും ഒരു ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് ഓരോരുത്തർ വന്നാലും അവരെല്ലാവരെയും വന്ന് വിഷ് ചെയ്യുക. അതേപോലെ തന്നെ പോകുമ്പോഴും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊക്കെയാണ് ലൊക്കേഷനിൽ നിന്ന് പോകുന്നത്. അദ്ദേഹം ഉള്ള ലൊക്കേഷനിൽ ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഹാപ്പിനെസ്സാണ്. വളരെ എൻജോയ് ചെയ്താണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അല്ല, ലാലേട്ടനുള്ള സൈറ്റ് മറ്റേ ലൊക്കേഷനിൽ അങ്ങനെയാണ്. ഒരു മൊത്തത്തിലൊരു കളർഫുൾ ഒരു ഇതായിരിക്കും. ഒരു തമാശകൾ നിറഞ്ഞ സംസാരങ്ങളും ആയാലും വളരെ ജോളി ആയിട്ടുള്ളതായാലും, മോനെ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ള പറഞ്ഞാൽ ആ ഒരു ഉള്ള നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടാണ് പുള്ളി പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വന്ന ഒരു സിറ്റുവേഷൻ അല്ല, അദ്ദേഹത്തിന് പഠിപ്പിക്കേണ്ട ആവശ്യകതയില്ല. കാരണം വെച്ചാൽ ഓൾറെഡി എല്ലാം പ്രിപ്പയർ ആണ്. നമ്മളാ എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ആ ഒരു സീൻ ധരിപ്പിച്ചു കൊടുത്താൽ മാത്രം. അത് അത്രേ ഉള്ളൂ. അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നോർമൽ ഫൈറ്റ് കണക്കല്ല കളരിയുടെ. എപ്പോഴും നമുക്കൊരു കുറച്ച് സ്ട്രെയിൻ കൂടുതലെടുത്ത് വേണം. കാരണം നമ്മൾ വിഷ്വലി അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കണം. ഇത് ഞങ്ങൾക്ക് ഇത് ഇപ്പം നിങ്ങൾ ലിജു ചേട്ടനല്ല, നമ്മുടെ ടിനി ചേട്ടൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയാൻ നേരത്ത് ആക്ച്വലി അതല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. വേറൊരു ഫൈറ്റ് സീനായിരുന്നു നല്ലപോലെ ചെയ്തത്. കാരണം ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് കളരി മൂവ്മെൻറ്റ്സിൽ തന്നെ വരണം. ഒരു തട്ടുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരും തട്ടുന്ന മറ്റേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഫസ്റ്റ് ഇതിൽ കാണുന്നത് നമുക്ക് തട്ടിക്കളയുന്നത് ഇങ്ങനെയല്ല. ഒരു ചെറിയ വിരലിങ്ങനെ ഇത് ചെയ്തുകൊണ്ട് ഒരു ബെൻഡ് ചെയ്തുകൊണ്ട് അതൊരു കളരിയുടെ രീതിയിലാണ്. അപ്പോൾ തട്ടിയിട്ട് അടുത്ത മർമ്മത്തിലുള്ള അറ്റാക്കിന് വേണ്ടിയിട്ടാണ് ആ കൈയുടെ പൊസിഷൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഇത് ചെയ്തത്. എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ലാലേട്ടൻ ഇങ്ങനെ എടുത്ത് സംസാരിക്കുമെന്ന്? ആക്ച്വലി എനിക്ക് അന്നൊരു ഞെട്ടലാണ് വന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 40 ദിവസം ഞാൻ അവിടെ വർക്ക് ചെയ്തോട്ടെ, ആയിരക്കണക്കിന് പേരാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെ എൻ്റെ പേര് വരെ ഇത്രയും ഇതായിട്ടാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 year ആയി. ഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 year ആയി കഴിഞ്ഞിട്ടാണ് പ്രസ് മീറ്റ് തന്നെ വെച്ചത്. ആ ഒരു സമയത്ത് എൻ്റെ പേരും ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളും എടുത്ത് ഓർമ്മ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. സിനിമ പോകുന്നത് ഗുസ്തിയും കളരിയും മാർഷൽ ആർട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്ന ഒരു സിനിമയാണ്. അതിന്റെ എന്തെങ്കിലും മൂവ്മെന്റ്സോ സ്റ്റെപ്പൊക്കെ സിമിലാരിറ്റി ഉണ്ടോ ഈ കളരിയായിട്ട്? എല്ലാം സിമിലാരിറ്റി ആണല്ലോ. അതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഈ കണ്ടന്റ് ഇല്ലല്ലോ ഇല്ലാത്ത. കാരണം ഇത് ഈ കളരിപ്പയറ്റ് എന്നുള്ളത് ഇങ്ങനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തായി കിടക്കുകയാണ്.
തെക്കൻ, വടക്കൻ, മധ്യകേരളം, തുളുനാടൻ, ലഹളമുറ എന്നുള്ള ഇതിൽ. അപ്പോൾ ഓരോരോ സമ്പ്രദായങ്ങളും ഒന്നിനൊന്നിനെ പോയിന്റ് ഔട്ട് ചെയ്താണ് വരുന്നത്. ഇപ്പം വടക്കൻ സമ്പ്രദായമാണെങ്കിൽ ഇതൊരു യുദ്ധമുറ സമ്പ്രദായമാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഈ പിടുത്തങ്ങൾക്കും ഇതിനും അല്ല കൂടുതൽ പ്രാധാന്യം, ആയുധങ്ങൾക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000, 2000 അല്ലെ 10,000 കണക്കിന് വരുന്ന യോദ്ധാക്കളെ നമുക്ക് ആയുധമൊക്കെ വെച്ചാണെങ്കിൽ വളരെ എളുപ്പം എന്നാണ് കീഴ്പ്പെടുത്താൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെ മുൻതൂക്കം കൂടുതൽ കൊടുക്കുന്നത് വടക്കനിൽ ഈ ആയുധങ്ങൾക്കാണ്. തെക്കനാകട്ടെ ചുവടുകൾക്കും മർമ്മപ്രയോഗങ്ങൾക്കും ഇതെന്നപ്പോരൊക്കെ ഇതിൻ്റെ അകത്ത്, ഈ ഗുസ്തിയൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ മധ്യകേരളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളെ ആയുധമാക്കി വെട്ടും തടയും നടത്തുന്ന രീതികളാണ്. പിന്നെ തുളുനാടൻ എന്ന് പറയുന്നത് ഈ പണ്ട് കാലങ്ങളിൽ രാജവംശം, അതേപോലെ ചാവേർപ്പട, ഇവർക്കൊക്കെ പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്ന ഈ തുളുനാടൻ ലഹളമുറയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന നേരത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നമുക്കൊരു ജീവൻ എടുക്കാൻ പറ്റും. അത്ര സിമ്പിളാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് പ്രചോദനം കൊണ്ടാണ് മറ്റ് മാർഷൽ ആർട്സുകൾ ഉരുപ്പെട്ടതായിട്ടാണ് വിദേശികൾ തന്നെ ഇത് പറയുന്നതിൻ്റെ കാരണം. ലാലേട്ടൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്ത ആ ടൈമിൽ ഏറ്റവും മെമ്മറൈസ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്ന കാര്യം എന്തായിരിക്കും? ഒന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഒന്നായിട്ട് പോയിന്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവാണ്, എടുക്കുന്ന സമയത്ത് വന്ന് പൊസിഷൻ നിൽക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഇവിടെ മരുഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടത് മൊത്തം ഇത് ലെവൽ ചെയ്തിരിക്കുക. അപ്പോൾ ഒരു പാറക്കല്ലിന് പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഞാൻ വന്ന് നിന്നപ്പോൾ എൻ്റെ തള്ളവിരലിനിട്ട് ഇത് അടി കിട്ടിയിട്ട് തള്ളവിരലിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് അടന്നങ്ങ് പോയി. അടന്നങ്ങ് പോയിട്ട് ബ്ലഡ് നിൽക്കുന്നില്ല, ബ്ലഡ് മൊത്തം ഇങ്ങനെ തള്ളം കെട്ടി ഇങ്ങനെ മണ്ണ് മൊത്തം, അത് മറ്റേ അറിയാമല്ലോ എന്ത് ചെറിയ ജലാംശം ഉണ്ടോ അത് സക്ക് ചെയ്തെടുക്കും. അപ്പോൾ അത് മൊത്തം വന്നിട്ട് ഈ കട്ട പിടിച്ച പോലെ അത്ര ഇതായി. സത്യത്തിൽ ഫൈറ്റ് മാസ്റ്റർ വരെ ഞെട്ടിപ്പോയി. അപ്പം ഇതിൻ്റെ വേറൊരു സുഹൃത്തും കൂടെ ഉണ്ട്, എന്നെ വളരെയധികം സഹായിച്ചതാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആദ്യമായിട്ടായതുകൊണ്ട് ഇതിൻ്റെ നമ്മളിപ്പം കളരി നമുക്കറിയാം, നമുക്ക് എങ്ങനെ ചെയ്യണമെന്നും അറിയാം. പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇതിനെ എങ്ങനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് മുരുകൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ മുരുകനാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ആ കാലം വെച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമെന്നോ ഇതൊന്നും, അപ്പം പുള്ളിക്കാരന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്നെ എന്ത് ചെയ്യുമെന്നുള്ള അറിയില്ല. പക്ഷേ ദൈവം സഹായിച്ച് ഒരുപാട് അതിൻ്റെ ഇടയ്ക്ക് ഈ മഞ്ഞും കൂടെ നമുക്ക് മുറിവും കൂടെ പറ്റിയുണ്ട്. മഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് വിരൽ അനക്കാൻ പറ്റില്ല, മരച്ചു പോകുന്നത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര സ്റ്റിഫായി പോകും. അതിൻ്റെ ഇടയ്ക്ക് ഡെയിലി ക്ലീൻ ചെയ്യണം, അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പും അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ലാലേട്ടൻ ഫേസ് ചെയ്തു എന്നിരുന്ന ഒരു പ്രശ്നമുണ്ട്. ലാലേട്ടൻ്റെ വണ്ണത്തിനെ കളിയാക്കിക്കൊണ്ട് പലപ്പോഴും പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ശരീരം എന്തിനും വഴങ്ങും എന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മെയ്വഴക്കം ഈ ഫൈറ്റൊക്കെ ചെയ്യുന്ന? അതല്ലേ ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറയുന്ന നേരത്ത് ഇത്രയും നാളെടുത്തിട്ടാണ് അത് കൊറിയോഗ്രാഫി ഇത് ചെയ്തു ചെയ്യുന്നത്. അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷന് വന്നിട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് വന്നിട്ട് ഇത് ചെയ്യാണ്, ഡയറക്റ്റ് അങ്ങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊക്കെ ഇത്ര ഒരു ക്യാച്ചിങ് പവർ എങ്ങനെയാണ് അദ്ദേഹത്തിനെന്നുള്ളത്. കാരണം ഇത്രയും വർഷമായിട്ട് ഇത്രയും ഫൈറ്റുകളൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ത്യാഗരാജൻ മാഷിനെ കുറിച്ച് ഇത്രയും 100 സംതിങ് പണം ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇതായിരിക്കും, എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കും. ഇത് എല്ലാം എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് അല്ലേ, മനസ്സും ശരീരവും ഒരേപോലെ. ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത്? കളരി പഠിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് മതി. ഒരു നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക, പഠിക്കാൻ ഒരു വിദ്യാർത്ഥിയാകുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. കാരണം ഒരു വിദ്യാർത്ഥിയാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിദ്യ തന്നെത്താനെ വരും. ഒരു നല്ല ഗുരുവിലേക്ക് തന്നെത്താനെ എത്തിച്ചേരുകയും ചെയ്യും. പൊതുവെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, കളരി ഒരു മതത്തിന്റെ മാത്രം അഭ്യാസമാണ് എന്നുള്ളത്. ശരിക്കും കളരിക്ക് മതമുണ്ട്. ഹിന്ദുമതമാണ് ഉദ്ദേശം മെയിനായിട്ടും. ഹിന്ദുമതത്തിന്റെ അണ്ടറിലുള്ളതാണ്, ഒരു മതത്തിന്റെ ആയോധന കലയാണെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പം കളരിക്ക് മതമുണ്ടോ? കളരിക്ക് മതമില്ല. ആൾക്കാർ മതത്തിലോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ രീതിയിലല്ലേ അത് വരത്തുള്ളൂ. പിന്നെ ചോദിച്ച ചോദ്യം ഹൈന്ദവ ആചാരങ്ങളെ ബന്ധപ്പെടുത്തിയല്ലേ എന്നുള്ളത്. എന്നെ പഠിപ്പിച്ചത് ഒരു മുസ്ലിം ഗുരുക്കളാണ്. അത് എന്നെ പഠിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ്, ഇസ്മായിൽ ഗുരുക്കൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ വടക്കനും മധ്യകേരളവും പഠിപ്പിച്ചത് അദ്ദേഹമാണ്. പണ്ട് കാലങ്ങളിൽ, കാരണം പണ്ടത്തെ കാര്യം നമ്മൾ കളരി എന്ന് വെച്ചാൽ ഒറിജിനാണ്.
അന്നത്തെ കാലത്ത് ഹിന്ദു രാജ്യമല്ലായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ശിവസങ്കല്പമാണ് പൂത്ര എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് 7 പടികൾ പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരം, മനാഹം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന് പറഞ്ഞ 7 ചക്രങ്ങളെ, നമ്മുടെ ഷഡാധാരങ്ങളെ ബന്ധപ്പെടുത്തിയാണത് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു വണ്ടിയുണ്ട്, വണ്ടിയിൽ നിറച്ച് പെട്രോളും ഉണ്ട്. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ചുമ്മാ ചുറ്റി അവിടെ തീർന്നു പോകാനാണ്. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനമാണ് നമ്മൾ അതിനെ പ്രേ ചെയ്തിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അതും ഒരു കായിക ഒരു എക്സസൈസിലൂടെയാണ് അതിൻ്റെ വന്ദനം പോലും ചെയ്യുന്നത്. ഈ പേരിന് കൂടെയുള്ള ഗിന്നസ് എങ്ങനെ കിട്ടിയതാണ്? എന്താണ് ഗിന്നസിൻ്റെ അതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം കളരിയിൽ എനിക്ക് 7 കളരിപ്പയറ്റിലും 1 സിലമ്പത്തിലും, തമിഴ്നാടിൻ്റെ മാർഷലായ സിലമ്പത്തിലും എനിക്ക് നാഷണൽ മെഡലുണ്ട്. അപ്പം ഈ നാഷണൽ മെഡൽ കിട്ടിയിട്ട് നമുക്ക് ഈ കളരീനെ എത്രത്തോളം നമ്മൾ ഇത് ചെയ്തിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാണ് നമ്മുടെ ഒരു കഴിവ്, നമുക്കുള്ളിലുള്ള കഴിവ് നമുക്ക് റെക്കോർഡിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ കളരിയെപ്പറ്റി ആൾക്കാർക്ക് തിരിച്ചറിയുമെന്നുള്ള ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് ഞാൻ റെക്കോർഡിലേക്ക് കഴിക്കുന്നത്. എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുണ്ട്, അതേപോലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുണ്ട്. ഇതിൽ ആദ്യത്തെ ഈ പറഞ്ഞ 3 റെക്കോർഡുകളും ഉറുമിയിലില്ലേ, 2 ഉറുമിയിൽ 230 തവണ 37 സെക്കൻഡ് കൊണ്ടാണ് വീശിയെടുത്തത്. അപ്പോൾ അതിനാണ് എനിക്ക് ആ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഗിന്നസ് റെക്കോർഡെന്ന് പറയുമ്പോൾ ഒരു അമേരിക്കക്കാരൻ്റെ പേരുള്ള റെക്കോർഡുണ്ട്. അത് 30 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് റെക്കോർഡ് അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് 30 സെക്കൻഡ് 22 പേരെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഓരോ ആൾക്കാരുടെ തലയിൽ പൈനാപ്പിൾ വെക്കും. മൂർച്ചയേറിയ സമുറായി സൂടില്ലേ, നീഞ്ചാസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് മിഡിലിൽ കട്ട് ചെയ്യണം തലയിൽ വെച്ചുകൊണ്ട്. ജീവൻ കൈപ്പിടിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്തത്. ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ വെറും 30 സെക്കൻഡാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ വെറും 29 സെക്കൻഡ് കൊണ്ട് 63 പേരുടെ തലയിലിരിക്കുന്ന റെക്കോർഡാണ്, ആ റെക്കോർഡാണ് ഇട്ടത്. അത് ഗിന്നസിൻ്റെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റായിട്ട് റെക്കോർഡ് കിട്ടിയൊരു വ്യക്തി എനിക്കായിരിക്കും. ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഒരു വാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ ഒരു 3 മാസം എടുക്കും. പക്ഷേ ഇതെനിക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ കൊടുത്ത് 3 മാസമായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ ഇതെനിക്ക് പിറ്റേ ആഴ്ച റിസൾട്ട് അവർ പറഞ്ഞു. അത് 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇത് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ്. ഇത് മറ്റേ ഉറുമിയിൽ 37 സെക്കൻഡിൽ 230 തവണ 2 ഉറുമി വീശിയാണ് ഈ റെക്കോർഡ് കിട്ടുന്നത്. ഇതിൽ തന്നെയാണ് ലിംഗയും നാഷണൽ റെക്കോർഡാണ്. ഇത് വേൾഡ് റെക്കോർഡ്, നാഷണൽ റെക്കോർഡാണ്. അതെ, ഇത് രണ്ടും ഒന്നാണ്. ഇത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് താഴെ കാണുന്നത്. അതും ഈ ഉറുമിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഉള്ളതാണ് നിങ്ങളിപ്പം ആവർത്തിച്ച് പറഞ്ഞത് ഗിന്നസ് റെക്കോർഡാണ്. ഗിന്നസ് റെക്കോർഡ്. ഇതൊക്കെ ഇത് അച്ചീവ്മെന്റ്സ് അവർ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നേ നമ്മൾ ആദരവ് കിട്ടുന്നതാണ്. ഒരു ഈ നാഷണൽ മത്സരത്തിൽ ജയിച്ചപ്പോഴും അങ്ങനെ ഓരോ റെക്കോർഡ്സ് കിട്ടിയപ്പോഴും അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്. ഇതൊരു മലേഷ്യയിൽ നിന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിരീടം പോലെ ഇരിക്കുന്നതാണ്. അത് എന്ന് പറയുന്ന നേരത്തെ അവിടുത്തെ രാജാക്കന്മാർ വെക്കുന്ന കിരീടമാണ്. അപ്പോൾ അത് അവരൊരു കൊടുക്കുന്ന ഒരു ബഹുമാന ഇതായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഓൺലൈനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് എന്നെ കാണാൻ വന്ന സമയത്ത് ഇവിടുന്ന് അല്ലാതെ പഠിക്കാൻ വന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത്, ആ കിരീടം പോലുള്ളത് എന്ന് പറയുന്നത്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നതാണ് കളരി. യുദ്ധത്തിന് വരെയും കളരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഒരു കളരി പഠിക്കാൻ വരുന്ന ഒരു സ്ത്രീയോട് എന്താണ് പറയാനായിട്ടുള്ളത്? അല്ല, ഇതിനൊരു ജെൻഡർ കാറ്റഗറി ഇപ്പം നിങ്ങൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതല്ലാതെ. കാരണം അങ്ങനെ ഇതിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു കളരിപ്പയറ്റ് പഠിക്കുന്ന ഒരു ഏതാളാണെങ്കിലും, ഇപ്പം ആണായാലും പെണ്ണാണെങ്കിലും ആർക്കാണെങ്കിലും, ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഒരു ഹെൽത്തി എടുക്കാൻ, ഇപ്പം നമ്മൾ കോവിഡ് പോലുള്ള വലിയ മഹാമാരി വന്നിട്ടും നമ്മുടെ മെഡിക്കൽ രംഗം ഇത്രയധികം ഹൈപ്പിലുണ്ടായിട്ട് പോലും ഇവരെല്ലാം പറഞ്ഞത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കുക, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാനായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആഹാരം, നമ്മുടെ ദിനേരിയ കറക്റ്റാക്കുക എന്നുള്ളതാണ്. വ്യായാമവും അതേപോലെ നല്ല ആഹാരവും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ കളരിനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ചിട്ടയായ രീതിയുണ്ട്.
നമ്മൾ ആ ചിട്ടയായ രീതിയിൽ ഒരു നല്ല ഗുരുവിൻ്റെ കീഴിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിദ്യ കരസ്ഥമാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ വിചാരിച്ച് ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല ഒരു ഫ്യൂച്ചർ ജനറേഷന് വരെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെയാണോ താല്പര്യം? അല്ല, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനേ സത്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 2018 അല്ലെ 19 ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം തൃശ്ശൂരുകാരനാണ്, രാജീവ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു സഹായം വേണം, താങ്കൾ കളരി കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു, പക്ഷേ എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. പക്ഷെ നോ എന്ന് പറയരുത്, ഒരു ഓപ്പൺ ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവായിട്ട് ഡേറ്റ്, എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2024 ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ സാറിന് വെച്ചൊരു പടം ഞാൻ എടുക്കും, അപ്പോൾ അതിന് സാർ എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. ഞാനപ്പം അപ്പം നമുക്ക് ഈ മൂവി എന്നുള്ളതിൻ്റെ അത് സംഭവമേ നമുക്ക് കാണാൻ ഇഷ്ടമാണെങ്കിലും നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. പുള്ളി ഈ പടത്തിന് ഇത് വന്ന് സംഭവമായിരുന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് എന്നോട് കളിയാക്കുന്ന രീതി, പക്ഷേ ഞാൻ കളിയാക്കിയല്ല ചോദിച്ചത്, എനിക്ക് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം കുടിച്ചിട്ട്, കാരണം നമുക്ക് മൂവിയായിട്ടോ ഇതുമായിട്ടോ ഒരു റിലേറ്റഡ് ഒരു ബന്ധങ്ങളുമില്ല, ഞാൻ ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചില്ല. പക്ഷെ പുള്ളി അന്നേ എന്നോട് പറഞ്ഞു മൂവിയിൽ നല്ലൊരു ഇതുണ്ട്, അപ്പം മലയാളത്തിലല്ല പുള്ളി പറയുന്നത്, തമിഴിലാണ്. അപ്പോൾ ഇത് നല്ലൊരു നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയ ഉടനെ ചെയ്യണം. പുള്ളിക്ക് നല്ല ബന്ധമുണ്ട്, ഫിലിം ഇതുമായിട്ട് നല്ല ബന്ധമുണ്ട്, പുള്ളി ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാനപ്പം എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ, എന്നെ വെച്ച് ചേട്ടന് ചെയ്യാൻ പേടിയില്ല, പിന്നെ എനിക്കെന്ത് പേടി. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതിൽ പ്രൊസീഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇതിനെ പോലെ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്ന ഇപ്പോൾ എത്ര ഇതാണ് വന്നത്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇന്നും എന്നെ വിളിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും ആ ഒരു ഇത് ഞാൻ കൊടുത്തിട്ട്, കാരണം വെച്ചാൽ സിനിമ എന്നുള്ള ആ ഒരു സംഭവം ആദ്യമായിട്ട് തലയിൽ ഇഞ്ചെക്ട് ചെയ്ത പുള്ളിയാണ്. കാരണം ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു ഇന്ന പോലെ ഈ രീതിയിലോട്ട് നമ്മൾ മാറുമെന്നുള്ളത്. പക്ഷേ ലിജോ ചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബാനറിൽ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പടത്തിനകത്ത് ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ഡയറക്റ്റായിട്ട് എനിക്ക് തന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അതിൻ്റെ അകത്തൊരു ചെറിയൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ആദ്യത്തെ മല്ലൻ എന്ന് പറയുന്ന ഒരു 6.4 ഹൈറ്റ്, 140 കിലോ വെയിറ്റ്, വളരെ അജാനുഭാവമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ ഇത് പിടിക്കുന്നതായിട്ട്, ബലം പരീക്ഷണം നോക്കുന്നതായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ലിജോ ചേട്ടൻ എല്ലാവരും സൂപ്പർ കേട്ടോ, എങ്ങനെ കാസ്റ്റ് ചെയ്തെന്ന് അറിയത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതി വലിയ രീതിയിൽ ആൾക്കാർ ഇത് ചെയ്തു. അപ്പം ആദ്യത്തെ ഫൈറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫൈറ്റ്, അപ്പോൾ ഇതിലും മുകളിലല്ലേ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അടുത്തമല്ല ഞാനാണെന്ന് പറഞ്ഞപ്പം മൊത്തത്തിൽ ക്രൂവിൻ്റെ ഇടയ്ക്കൊരു വെച്ചാൽ മെയിൻ ആൾക്കാരെന്നുള്ളതല്ല, മെയിൻ ആൾക്കാർക്ക് അറിയാം ലിജോ ചേട്ടൻ ആരാണ്, എങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ അറിയാം. അത് നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ ആ ഒരു രീതിയിൽ എങ്ങനെ ഇത് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതും കാരണം അദ്ദേഹം ഞാനുമായിട്ട് നോക്കുന്ന ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഒരിക്കലും പക്ഷേ എൻ്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു അതിൻ്റെ അകത്ത്. കാരണം ഈ ഇൻ്റർവ്യൂ ഒന്ന് ഞാനാണ് മാങ്ങോട്ട് മല്ലനെന്ന് പറഞ്ഞാൽ മാത്രമേ, അപ്പോൾ അത് തിരിച്ചറിയത്തില്ല ആൾക്ക്. എന്തിന് ഈവൻ ഞാൻ മറ്റേ പടം കണ്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാർ ക്രൗഡ്, അപ്പോൾ ഞാൻ ഇനി പാടുവിട്ട് നടക്കണോ, മോനെ ഒന്ന് മാർക്ക് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. കാരണം എൻ്റെ മുടി, മീശ, താടി എല്ലാം വേറൊരു രീതിയിലാണ് ഇത് ചെയ്തിരുന്നത്. ഇപ്പം അതിൻ്റെ ചെമ്പിൻ്റെ ഭാഗമാണ് കിടക്കുന്നത്. അപ്പം അത്രയധികം ഇതാണ് മേക്കോറാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആ ഷൂട്ട് ആ ഒരു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോഴേ ആൾക്കാർക്ക് എന്നെ അല്ല നോക്കിയത്, ലിജോ ചേട്ടനെയാണ്. അപ്പോൾ ആള് വെറുതെ അല്ല. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ എൻ്റെ കോൺഫിഡൻസ് വരെ കുറച്ച് ഇടിഞ്ഞായിരുന്നു. കാരണം ഇവരെന്താ ഈ ഒരു രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഒരാൾ നമ്മളോട് മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ അത് മൊത്തം പുള്ളിക്കാരൻ്റെയൊക്കെ ദീർഘവീക്ഷണമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഓരോ ഷോട്ട് വെക്കുന്നതാണെങ്കിലും ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ലാലേട്ടനും തമ്മിൽ. ക്യാമറ മേളിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് മേളിലുള്ള ഷോട്ടായിരിക്കും എടുക്കുന്നത്. കട്ട് പറഞ്ഞു കഴിഞ്ഞ് സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഹരി വാ എന്ന് പറഞ്ഞില്ല ലാലേട്ടൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്തുവാണ് ഫൈറ്റ്, നിഴലിൻ്റെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മേളിൽ പോയപ്പം ഈ ഷാഡോ അടിക്കുന്ന സമയത്ത് നിഴലാണ് ഇതായിരിക്കും, ഞങ്ങളെ കാണുന്നില്ല.
അപ്പോൾ ആ ഒരു രീതി അതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമ പോലും കണ്ടിട്ടില്ല അങ്ങനത്തെ ഷോട്ടൊക്കെ. സിനിമ ഇറങ്ങി ഇപ്പം ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ സിനിമ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് മാറും എന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. എനിക്കൊരു 2-3 മൂമെന്റ്സ് പഠിപ്പിച്ചു തരും. പിന്നെന്താ, തീർച്ചയായിട്ടും. ഇപ്പം ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളിപ്പോൾ സാധാരണ എന്താണ് പറ്റുന്നത്, നമ്മൾ പാനിക്കാകുകയാണ് ചെയ്യുന്നല്ലേ. സത്യത്തിൽ ഈ ഭയം ആണ് നമ്മളെല്ലാം കീഴ്പ്പെടുത്തുന്നത്. ഈ ഭയം എന്നുള്ളൊരു സംഭവം പലർക്കും പല സന്ദർഭങ്ങളിലാണ് ഉണ്ടാകുന്നത്. ചിലവർക്ക് ഇതേപോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു 10 പേരോട് സംസാരിക്കാനായിരിക്കും. ചിലവർക്ക് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാനായിരിക്കും. ചിലവർക്ക് ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ അതെന്താണ്, നമുക്ക് അറിവ് കുറവുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ആ അറിവ് നേടിയാൽ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല, നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആകും. ഇപ്പം ഇവനിപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരാൾ ഇങ്ങനെ പിടിക്കുകയാണെന്ന് വിചാരിക്കുക. സാധാരണ ഒരാൾ എന്താണ് ചെയ്യുന്നത്, വലിക്കുകയല്ലേ ചെയ്യുന്നത്. വലിക്കുക, ഒന്ന് വലിച്ചു നോക്കിക്കേ. ഇപ്പം ആർക്കാണോ ആരോഗ്യം അതിനനുസരിച്ചിരിക്കും. ഒരു ആണിൻ്റെ ഒരു ആരോഗ്യം ഒരിക്കലും ഒരു പെണ്ണിന് കിട്ടില്ല. പക്ഷേ പെണ്ണ് ഒരിക്കലും കീഴ്പ്പെടത്തുമില്ല. കാരണം നമ്മൾ ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഇപ്പുറത്തോട്ട് വന്നു, ഇവ ഇങ്ങനെ നിൽക്കുന്നു, ഇത് നേരെ എത്ര വലിച്ചാലും വരില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ കൈ ഒന്ന് ഇങ്ങനെ തിരിച്ചേ, ഇത് തിരിക്കുക, ഇതാണ്. എന്നിട്ട് നേരെ ഒന്ന് പൊക്കിക്കേ. ഞാൻ എത്ര പവർ പിടിച്ചെന്ന് പറഞ്ഞാലും ഇത് പൊട്ടിപ്പോകും. ഇതൊരു 5 വയസ്സുള്ള കുട്ടിക്ക് പോലും ഇത് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ എടുത്തിട്ട് പയ്യെ മേളോട്ട് എടുക്കാൻ നോക്കിയേ, പയ്യെ വലിക്കാൻ നോക്കിയേ, പയ്യെ ബലം കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ വലിക്കുക, സ്ലോയിൽ വലിക്കാൻ നോക്കിയേ, തിരിക്കണം, വലിക്കാൻ നോക്കിയേ, അല്ല ഇങ്ങനെ മടക്കിക്കേ, കണ്ട വരത്തില്ല. ഇത് ഒറ്റ വലിച്ചേ, കണ്ട ഞാനിത് മുറുക്കിയാണ് പിടിച്ചിരിക്കുന്നത്, ഞാൻ വിട്ടു തരുന്നില്ല, പക്ഷെ ഈസി ആയിട്ട് പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്, മനസ്സിലായി. ഇപ്പം നമ്മൾ തമ്മിലുള്ള ആരോഗ്യത്തിന്റെ ഡിഫറൻസ് തന്നെ രണ്ടും രണ്ടാണ്. പക്ഷെ എങ്കിലും ഞാൻ മുറുക്കെ പിടിച്ച ഇത് കണ്ട, ഞാൻ നല്ല ശക്തിയിൽ പിടിക്കാം. ഇത് കൈക്ക് മരവ് തോന്നുന്നുണ്ടോ? ഇത് ജസ്റ്റ് ഇത് ഇങ്ങോട്ടും തിരിച്ചേ, ഇങ്ങനെ തിരിച്ചിട്ട് ഒറ്റ പൊക്ക് നോക്കിയേ, കണ്ട ഞാൻ മുറുക്കിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ടെക്നിക്ക്, ഇതേപോലുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമ്മളെക്കാളും കുറച്ച് കായിക ക്ഷമതയിൽ കൂടുതൽ, അല്ല ആരോഗ്യം കൂടുതലുള്ള ഒരു വ്യക്തിയൊക്കെ അടിക്കുമ്പം അതിനനുസരിച്ചുള്ള പവർ ഇതും കാണും. ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയത്തില്ല, നല്ല ഫിസിക്കൽ, നല്ല ഒരു അത്ലറ്റിക് ബോഡിയാണ് അല്ലേ ഇദ്ദേഹം. അപ്പം ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളുണ്ട് ഇവിടെ, ഇപ്പോൾ 4 കൊല്ലമായിട്ട് ഇപ്പം പരിശീലിക്കുന്ന വ്യക്തിയാണ്. അപ്പം എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിപ്പം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ കളരിയിൽ തന്നെ നല്ല ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഇദ്ദേഹമൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് നല്ല കൈക്കിനൊക്കെ നല്ല കരുത്താണ്, മനസ്സിലായി. ഇദ്ദേഹം തേങ്ങയൊക്കെ കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കും. അത്ര ആ ഒരു രീതിയിൽ കണ്ടീഷനാക്കി എടുക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇയാളൊക്കെ അടിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഫോഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത് ശ്രദ്ധിച്ചോണം. അതൊക്കെ ഇപ്പം എൻ്റെ മുഖത്തിന് നേരെ ആയിരിക്കും ഈ അടി വരുന്നതെന്ന് വിചാരിക്കും, ഇച്ചിരി ഇങ്ങോട്ട് കയറുന്നു, അടിച്ച് കണ്ട ഫോഴ്സിൽ വരികയാണ്. അപ്പോൾ ആ ഫോഴ്സിനെയാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കയറി അടിച്ചു, കണ്ട ഫോഴ്സിന് നമുക്ക് നേരെ വലിച്ചിട്ട് ഒറ്റ അടിയാണ് കൊടുക്കുന്നത്, മനസ്സിലായ. ഇത് വേറൊരു ടെക്നിക്ക്. ഇനി ഇതേ തന്നെ അടിച്ച മോനെ അടിച്ച് കണ്ട, അതെ തട്ടി നേരെ കണ്ട അടി എവിടെ വന്നെന്നുണ്ട, നേരെ അടി പല രീതിയിലായിരിക്കും നമ്മുടെ കൈയും കാലും പോകുന്നത്. എന്നുവെച്ചാൽ ഒരു ഗ്യാപ്പ് നമ്മുടെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ അടിച്ച് താഴെയിട്ട് കളയും. ഇത് സെക്കൻഡ് ബേസിലാണ് സംഭവം ആളെ കീഴ്പ്പെടുത്തുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ചിലവർ ബലാബലം പരീക്ഷിക്കത്തില്ലേ, ഈ രീതിയിലൊക്കെ ബലാബലം പരീക്ഷിക്കുമ്പോൾ തള്ളുമ്പോൾ ആർക്കാണോ ബലം അങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ. ഇപ്പോൾ തള്ളിക്ക് കണ്ട തള്ളുന്ന സമയത്ത് ഞാൻ ബാക്കിലോട്ട് പോകും, കാരണം എന്നെക്കാളും ആരോഗ്യം ഇതാണ്. പക്ഷെ നമ്മളിത് കൃത്യമായിട്ടുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി ഇറങ്ങി കണ്ട തള്ളിക്കോ, കണ്ട ഇത് ഞാൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ വരുവാണ്, കണ്ട. കാരണം ഇത് ഈ വിരലിങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളാണ്. ഇതേപോലെ നമ്മളിപ്പോൾ കയ്യിൽ കയറി പിടിക്കുന്ന സമയത്തായാലും കണ്ടില്ല, ജസ്റ്റ് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ കണ്ട അമാനുഷ്യമായിട്ടുള്ള പെയിൻ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നതെന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഒരാളൊരു കത്തിയിൽ നമ്മൾ ആക്രമിക്കുകയാണെന്ന് വിചാരിക്കുക, വയറ്റിന് നേരെയുള്ളൊരു കുത്തായിരിക്കും ചെയ്യുന്നത്. കുത്തിക്ക് കണ്ട നമ്മൾ തടുത്തതിന് ശേഷം കണ്ടിട്ട് ഈ കത്തി നമ്മുടെ കയ്യിൽ വരും, നമുക്ക് ഈസി ആയിട്ട് ആളെ കീഴ്പ്പെടുത്താൻ പറ്റും. കണ്ടില്ലേ, ഒറ്റയടി കൊടുക്കുക. പിന്നെ പല മൂമെൻറ്റ്സ്. ഇപ്പോൾ ഇത് തന്നെ മേളിലാണ് കുത്തു വരുന്നതെങ്കിൽ കുത്തിക്ക് കണ്ടതേ ഈ തടുത്തതേ ഇത് കണ്ട, ഇത് ആൾ താഴെ പോകും, കണ്ട കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ഇതേപോലെ തന്നെ വയറ്റിന് കുത്തിക്കുക. വേറൊരു ടൈപ്പ് കാണിച്ചു തരാം. എന്താ, നമ്മൾ ഒഴിഞ്ഞ് തടുത്ത് നേരെ കയറ്റുന്ന ഇവിടെയാണ്,
ദേ ഇവിടെ പിടിച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾ വരുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് ടെക്നിക്കുകൾ ഇതിലുണ്ട്. നമ്മളിതിൻ്റെ ആരോഗ്യമല്ല ഇതിൻ്റെ എന്ന് പറയാൻ നേരത്ത്, സ്ഥിരമായിട്ടുള്ള പരിശീലനത്തിലൂടെ നമ്മൾ ആ ഒരാളുടെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് മറ്റൊരു വ്യക്തിനെ നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട്. അടിപൊളി. എന്നിരുന്നാലും ഇത്രയും സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും ഇപ്പം കളരിയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.